ഹായ് ഹലോ, ഇന്നൊരു ദാൽ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുഴയുന്ന രൂപത്തിൽ വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പരിപ്പൊക്കെ കാണത്തക്ക രീതിയിലാണ് വേവിച്ചിരിക്കുന്നത്. ഇതാണ് കറിക്ക് നല്ലത്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ചേർക്കാം. 3-4 ഉണക്കമുളകും കൂടി ഇടുന്നുണ്ട്. അതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കാം. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് സവാളയൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ആ പൊടി ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റിലാണ് ചേർക്കുന്നത്. പൊടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. തക്കാളി അരിഞ്ഞത് ഇട്ടു. ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി തക്കാളിയൊക്കെ ഒന്ന് വേവിക്കണം. വെന്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കസ്തൂരി മേത്തി അല്പം ഒന്ന് ചൂടാക്കി പൊടിച്ച് കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ടാൽ മതിയാവും. അത് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റി ഇനി അതിലേക്ക് കസ്തൂരി മേത്തി ചേർക്കാം. അതും ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ചേർക്കാം. അതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കറി തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഗരം മസാലപ്പൊടി ചേർത്തു. ഇനി അതും ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്തും കൊടുക്കാം. ലാസ്റ്റിൽ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർക്കണം. മല്ലിയില അരിഞ്ഞത് ഇട്ടു. ഇനി അതൊന്ന് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. വേഗത്തിൽ തയ്യാറാക്കാനും പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.